ഫാബ്രിക് പറയുകയാണെങ്കിൽ ടിഷ്യൂ ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്കൊരു ഓണം അറ്റാറായിട്ടും ഡ്രേപ്പ് ചെയ്യാം, അതല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വന്നിട്ട് അതിൽ നല്ല പാറ്റേണിൽ ആപ്ലിക് വർക്കാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഫ്ലോറൽ ആപ്ലിക് വർക്കാണ്. അതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ സാരിയുടെ കളർ വരുന്നത് പേൾ ക്രീമാണ്. ആ ഒരു ഐവറി ക്രീമിൽ ഗോൾഡൻ ആ ഒരു ലൈൻസ് ആണ് സ്ട്രൈപ്പ് ഡിസൈൻസിൽ ഫുൾ ബോഡിയിൽ വന്നിട്ട് റെഡ് ആണ്, ചില്ലി റെഡിലാണ് ആ ഒരു ഫ്ലോറൽ ആപ്ലിക് വർക്ക് വരുന്നത് സാരിയിൽ. അത് കൂടാതെ ഒരു സ്കാലപ്പ് ബോർഡർ ആണ് വരുന്നത് സാരിക്ക്. ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് റെഡ് ബ്ലൗസ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ റെഡ് ഡ്രേപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ വരുന്നുണ്ട് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ഇതേ ടോണിൽ തന്നെ പേൾ ക്രീമിൽ തിൻ ലൈൻസ് ആണ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ടിഷ്യൂ വുവൺ സ്റ്റൈലിലുള്ള ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. അതും നല്ലൊരു ഓപ്ഷനാണ്. സാരി കുറച്ചുകൂടി ഈ ഒരു റെഡ് കളർ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് വരും ഈ ഒരു പാറ്റേണിലാട്ടോ. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഫ്ലോറൽ ഡിസൈൻസിന്റെ ആപ്ലിക് വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ആ ഒരു സ്കാലപ്പ് ബോർഡർ വരുന്നത് ഇങ്ങനെയായിരിക്കും. ബോഡി കംപ്ലീറ്റ് ഇതേ ലൈൻസ് ആണ് ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഒരു ഓർഗൻ സെയിം ടിഷ്യൂ കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ആ ഒരു ഫാബ്രിക്, അതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. നല്ലൊരു എലഗൻ പാർട്ടി വെയർ സാരിയാണ്. അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് സാരി വന്നിരിക്കുന്നത്. സാരിയുടെ മുന്താണി ഫുൾ അതേ ആപ്ലിക് വർക്ക് തന്നെയായിരിക്കും. ബോഡി കംപ്ലീറ്റ് വന്നിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പല്ലുവിൽ വരുന്നുണ്ട് വിത്ത് ഷോർട്ട് പല്ലു. ഒരു ടിഷ്യൂലുള്ള ഷോർട്ട് മുന്താണി സാരിക്ക് വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിൻ ലൈൻസിൽ സ്ട്രൈപ്പ് ഡിസൈൻസിൽ സെൽഫ് കളറിലുള്ള റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഫസ്റ്റ് സാരി ഞാൻ ഡ്രേപ്പ് ചെയ്തത് കോൺട്രാസ്റ്റ് ആയിട്ടായിരുന്നു ആപ്ലിക് വർക്ക് വന്നത്. ചില്ലി റെഡ് ആയിരുന്നു ആപ്ലിക് വന്നത്. ഇത് വരുന്നത് സെൽഫിൽ തന്നെയാണ് ആപ്ലിക് വർക്ക് വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ. രണ്ടിനും അതിൻ്റെതായ ഒരു എലഗൻസി ആൻഡ് ക്ലാസി ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഫുൾ ബോഡി സെയിം പാറ്റേൺ. അതേ പേൾ ക്രീമിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസിലുള്ള ആപ്ലിക് വർക്ക് ആയിരിക്കും വരുന്നത്. ബോർഡർ വരുന്നത് സെയിം സ്റ്റൈലിൽ തന്നെ, അതേ സ്കാലപ്പ് ബോർഡർ. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ഒരു ടിഷ്യൂ വീവിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ. അതേ വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ട് സ്കാലപ്പ് ബോർഡർ വിത്ത് ആപ്ലിക് വർക്ക്. മുന്താണി, ബ്ലൗസ് വരുന്ന തിൻ ലൈൻസ് ആണ്, തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ആപ്ലിക് വർക്ക് തന്നെ സാരി വരുന്നത്, പക്ഷേ ഫാബ്രിക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് സിൽക്ക് ആണ്, സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഐവറി ക്രീമാണ്. ആ ഒരു പേൾ ക്രീം തന്നെ സാരിയുടെ ബോഡി വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് റെഡ് ആൻഡ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, ഈ ഒരു 3 കോമ്പിനേഷനിൽ ഫ്ലോറൽ ആപ്ലിക് വർക്ക് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. സെൽഫ് കളറിലെ പേൾ ക്രീം ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. റെഡ് ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ്, ഇതിന് കൊടുത്തിരിക്കുന്ന പോലെ. ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ലാസ്റ്റ് വൺ ബ്ലാക്ക്. സെയിം സ്റ്റൈൽ ആപ്ലിക് വർക്കിന്റെ ആ ഒരു മോട്ടീവ്സ് ആയിരിക്കും. ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ആ ഒരു ഡബിൾ സൈഡ് ബോർഡർ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ലൊരു ജാൽ പാറ്റേണിൽ ഫ്ലോറൽ ജാൽ ഡിസൈനിൽ ലീഫ് പാറ്റേൺസ് വരുമ്പം ആ ഒരു ബോട്ടിൽ ഗ്രീൻ റെഡ് ആൻഡ് ബ്ലാക്കിലായിരിക്കും ആപ്ലിക് വർക്കിന്റെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതേ കോമ്പിനേഷനിൽ തന്നെ റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ബോഡിയിലെ ആപ്ലിക് വർക്ക് വരുന്നത്. പല്ലു ഈ ഒരു സ്റ്റൈലാണ് സാരിയുടെ മുന്താണി. മുന്താണിയിൽ വരുമ്പോൾ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ പാറ്റേണിലായിരിക്കും ആപ്ലിക് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ബ്ലൗസ് പ്ലെയിൻ. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. മൽച്ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ ചെക്കേർഡ് പാറ്റേൺ ആട്ടോ, സ്മോൾ ചെക്ക് വീവ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഒരു ഗോൾഡൻ സെറിയിലുള്ള ചെക്ക് പാറ്റേൺസ് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. അതിലൊരു ചില്ലി റെഡിലായിരിക്കും റിബൺ ബോർഡർ വരുന്നത്. അപ്പോൾ റെഡ് ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ ആപ്റ്റ്. ഇതിന്റെ കൂടെ വരുന്നതും നല്ല ബ്ലൗസ് തന്നെയാണ്. ഇതാണ് ആ ഒരു പാറ്റേൺ വരുന്നത്, സ്മോൾ ചെക്ക് പാറ്റേണിൽ വിത്ത് സിമ്പിൾ ബോർഡർ. മുന്താണി ആ ഒരു റെഡിൽ തന്നെയാണ് സാരിയുടെ പല്ലു വരുന്നത്. ഇതേ ടോണിൽ തന്നെയാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ആ ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗ്ലോസി ഫീലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി വീണ്ടും ആപ്ലിക് വർക്കിൽ തന്നെ സാരി വന്നിരിക്കുന്നത്. പേൾ ക്രീം, കേരള ക്രീമിൽ ബ്ലാക്ക് ആൻഡ് റെഡിൽ തന്നെ സാരിയുടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാരീസും തന്നെ നമുക്കൊരു മൾട്ടിപർപ്പസ് എന്ന് പറയാം. കാരണം നമ്മൾ ഓണം സാരീസ് നമുക്ക് ആ ഓണം ഫെസ്റ്റിവലിൽ മാത്രം നമ്മൾ എയിം ചെയ്തിട്ടുള്ള ഒരു സാരീസ് ആയിരിക്കും. നമുക്ക് അതിന് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് ഓണം കഴിഞ്ഞു നമുക്ക് ഏതൊരു ഫംഗ്ഷൻ, ഒരു ചെറിയ ഫംഗ്ഷൻ ഡ്രേപ്പ് ചെയ്യാം, ഓഫീസ് വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. അത് മാത്രമല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് സാരീസ് വരുന്നത്. കാരണം നമുക്ക് റെഡ് ആൻഡ് ബ്ലാക്ക്, റെഡിലും ബ്ലാക്കിലും ഐവറിയിലും എല്ലാം ബ്ലൗസ് നമ്മുടെ കയ്യിൽ മിക്കവാറും കാണും. അപ്പം ആ രീതിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബ്ലൗസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാനും പറ്റും. ഇതിലും ആ ഒരു 3 ഓപ്ഷൻ നമുക്ക് ഇതിന്റെ കൂടെ പറ്റും. കാരണം പേൾ ക്രീം ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് സാരിക്ക്. റെഡും ബ്ലാക്കും നമ്മുടെ കയ്യിൽ കാണുമല്ലോ ബ്ലൗസ്, നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം വിത്ത് സിമ്പിൾ ബോർഡർ. സെറി വുവൺ സ്റ്റൈലുള്ള ഷോർട്ട് ആൻഡ് ലോങ് പാറ്റേണിലുള്ള ബോർഡറാണ്. ഷോർട്ട് ബോർഡറാണ് സാരിക്ക് വരുന്നത്, 2 സൈഡിലും കേട്ടോ. ഒരു 2.5 ഇഞ്ചിലുള്ള ബോർഡർ ആയിരിക്കും അപ്പുറം ലോവറും വരിക. അതൊരു സെറി വുവൺ സ്റ്റൈലിൽ ടെമ്പിൾ പാറ്റേണിലുള്ള ബോർഡർ വന്നിട്ട് റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ആപ്ലിക് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നത് ബോഡിയിൽ. ഇതൊരു ബ്ലാക്ക് മോട്ടീവ്സ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ റെഡ് ആയിരിക്കും. പല്ലുവിൽ വരുമ്പം ഈ ഒരു സ്റ്റൈലാണ്, ആ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിന്റെ മോട്ടീവ്സിലായിരിക്കും സാരിയുടെ മുന്താണിയിൽ ആപ്ലിക് വർക്ക് വരുന്നത്.
എൻഡിൽ വരുമ്പോൾ ആ ഒരു ബ്ലാക്കിൽ സ്കാലപ്പിലായിരിക്കും എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് പാറ്റേൺ വരുന്നത്. ഇതിലൊരു ബാദില മിറർ വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. പല്ലുവിൽ വരുമ്പം ആ ഒരു ബാദില മിറർ വർക്ക് കൂടി വരുന്നുണ്ട് ആ ഫ്ലോറൽ ഡിസൈൻസിൽ. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് അതേ ആ ഒരു സെറിയോവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. സെയിം അതേ ഫാബ്രിക്കും ആപ്ലിക്കോക്കിൽ തന്നെ വന്നിരിക്കുന്നത്. ആ ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേണിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. കോമ്പിനേഷനും സെയിം തന്നെയാണ്. ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തന്നെയായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ആപ്ലിക്കോക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലോസറിൽ കാണിക്കാം. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരിക. ഇതിനൊരു 4th ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ. ഞാൻ ബ്ലൗസിലെ കാര്യമാണ് പറയുന്നത്. ഇതിന് നമുക്ക് ടിഷ്യൂ ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രേപ്പ് ചെയ്യാം. അതും നല്ലൊരു ഓപ്ഷനാണ് സാരിക്ക്. നമുക്ക് ഈവൻ നമുക്ക് ഒരു ഓണം മെറ്റീരിയലായിട്ടെല്ലാം ഡ്രേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടിഷ്യൂ ബ്ലൗസ് നല്ലൊരു പാറ്റേൺ ആയിരിക്കും. ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, അതേ ഫ്ലോറൽ ഡിസൈൻസിലുള്ള ആപ്ലിക്കോ. പല്ലു റെഡിലായിരിക്കും ആ ഒരു സ്കാലപ്പ് ഫിനിഷ് വരുന്നത്. മുന്താനിയുടെ എൻഡിൽ വരുമ്പോൾ അതിനും ബാദില മിറർ വർക്ക് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്നത്തെ എല്ലാം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓണം മെറ്റീരിയലായിട്ടും അതല്ലാതെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആണ്. ഇത് വരുന്നത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ്. നമുക്ക് ദൂരക്കാഴ്ചയിൽ കണ്ട ഒരു അജ്രക് ആപ്ലിക്കോക്ക് പോലെ തോന്നും, പക്ഷേ ഇത് ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്ന നല്ല മൾട്ടി കളർ പാലറ്റിലായിരിക്കും ആ ഒരു സ്ക്വയർ പാറ്റേണിൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് വിത്ത് സിമ്പിൾ ബോർഡർ. നല്ല സാരീസ് ആട്ടോ. ഇതാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വൂവൻ മോട്ടീവ്സ് വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും, വെരി ടൈനി മോട്ടീവ്സ് ആണ്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ വന്നിട്ട് ഈ ഒരു സ്ക്വയർ പാറ്റേണിൽ മൾട്ടി കളറിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് റെഡ് ബ്ലൗസ് എല്ലാം നല്ലൊരു ഓപ്ഷനാണ്. റെഡ്, ഗ്രീൻ, ഒരു ഗോൾഡൻ ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ടിഷ്യൂ കോപ്പർ കളറാണെന്ന് തോന്നുന്നു. കോപ്പർ ഷെയ്ഡും വന്നിട്ടുണ്ട് ഇതിൽ. ബോർഡർ ഈ ഒരു സ്റ്റൈലാണ് ബോർഡർ വരുന്നത്. മുന്നാണ് ഇതേ പാറ്റേൺ കേട്ടോ. ഈ ഒരു സ്ക്വയർ മോട്ടീവ്സിലാണ് സാരിയുടെ പല്ലു. ഫുൾ ത്രെഡിലാണ് വരുന്നത്. ഞാൻ റിവേഴ്സ് സൈഡ് കാണിക്കാം സാരിയുടെ. കണ്ടോ, ഇതാണ് സാരിയുടെ റിവേഴ്സ് സൈഡ് വരുന്നത്. അതേ ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും. മുന്താണി സെയിം സ്റ്റൈൽ. ബ്ലൗസ് ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രീപ്പ് ചെയ്യാം. റെഡ് നല്ലൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ റെഡ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സാരീസിനും കോമൺ ആയിട്ട് നമുക്ക് റെഡ് യൂസ് ചെയ്യാൻ പറ്റും. സെയിം അതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ സാരിയിൽ വരുമ്പം റെഡിനായിരുന്നു പ്രോമിനൻസി കൂടുതൽ. ഇത് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കും ഗ്രീനും റെഡും കൂടിയാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ആ മോട്ടീവ്സ് എല്ലാം സെയിം അതേ ആ ഒരു സ്മോൾ മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിൽ റെഡിലാണ് ആ ഒരു ബോർഡറും വരുന്നത്. ടെമ്പിൾ ഡിസൈനിലുള്ള ബോർഡർ വരുന്നുണ്ട് സാരി. എന്താണ് ഈ സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ഇതേ സ്റ്റൈലാണ് സാരിയുടെ പല്ലു വരുന്നത്. ആ ഒരു സെമി ടെക്സ്റ്ററിൽ വരുന്ന സാരിയാണ്. ഫോൾ ക്രീമാണ് സാരിയുടെ ആ ഒരു ബേസ് കളർ വരുന്നത് വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം ഫാബ്രിക്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ ഫ്ലോറൽ ഡിസൈൻസിലാണ് ബോഡിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ നല്ലൊരു ബ്രൗണിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഡബിൾ സൈഡിലും ഗോൾഡൻ സെറി വൂവൻ ബോർഡർ. പല്ലു വരുമ്പോൾ പീച്ച് ആൻഡ് ഗ്രീനിലാണ് ഫ്ലോറൽ വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഒരു ബോഡിയിൽ കംപ്ലീറ്റ് ലോവർ ഏരിയയിൽ ഈ ഒരു സ്റ്റൈലായിരിക്കും. ബ്രൗണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ഡബിൾ ബോർഡർ പാറ്റേണിലാണ് ലോവർ ഏരിയ വരിക. ഗോൾഡൻ സെറിയിലുള്ള ബോർഡറും വരുന്നുണ്ട്. കൂടാതെ ഈ ബ്രൗണിൽ ഈ ഒരു എംബ്രോയിഡറി വർക്കിലുള്ള ബോർഡറും വരുന്നുണ്ട് ലോവറിൽ വരുമ്പോൾ. അത് കഴിഞ്ഞ് മുന്താണിയിൽ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈൻസിലാണ് പീച്ച് ആൻഡ് ഗ്രീനിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വീണ്ടും അതേ ബോർഡറിൽ വരുന്ന അതേ ഒരു വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇതിന് പീച്ച് ബ്ലൗസ് ഒക്കെ നല്ല ഓപ്ഷൻ ആട്ടോ. ഈ ഒരു പീച്ച് ടോൺ ഉണ്ടല്ലോ, ഒരു ബേബി പിങ്കും പീച്ചും കൂടി ചേർന്ന് വരുന്ന കളറാണ്. ആ കളറിലെ ബ്ലൗസിൽ ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരി. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ബ്ലൗസ്. സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നത്. അതേ ആ ഒരു ബ്രൗൺ ആൻഡ് ഇതിൽ വരുമ്പം ആ ഒരു കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ സാരിയിൽ പീച്ച് ആയിരുന്നു വന്നത്. ഇതിൽ വരുമ്പോൾ നല്ലൊരു അക്വാ ബ്ലൂ ആണ്. ഒരു സഫയർ ബ്ലൂവും അക്വാ ബ്ലൂവും കൂടി ചേർന്നതിന് നല്ലൊരു ബ്ലൂവും ബ്രൗണും കൂടിയാണ് കോമ്പിനേഷൻ. ഇതിലും ഈ ഒരു കളറിലെ ബ്ലൗസ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കളറിലെ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെൽഫ് ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഇത് അതേ സെറിവൺ സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. സെയിം പാറ്റേൺ, ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം സെയിം തന്നെ. ഇതിൽ വരുമ്പം ലാവൻഡർ വിത്ത് ഗ്രീൻ ആണ്. അതേ കോമ്പിനേഷൻ വിത്ത് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് നല്ലൊരു കളറാണ്. മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോയും ഗ്രീനും കൂടിയാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ആ ഒരു ബ്രൗണിൽ തന്നെ സെയിം പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ സാരി വന്നിട്ട്. ഈ ഫ്ലോറൽ പാറ്റേണിന്റെ കളർ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബ്ലൗസ്